അപ്പം മത്തി കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ മത്തി വറക്കാൻ. പക്ഷേ ഞങ്ങളിപ്പോൾ ഈ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഒരുമാതിരിപ്പെട്ടവർക്ക് എല്ലാവർക്കും അറിയാം അല്ലയോ. പക്ഷെ നമ്മൾ ഈ സംഭവം ഇതുവരെ ചെയ്തിട്ടില്ല. മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട മത്സ്യം എന്ന് പറയുന്നത് ഈ മത്തി തന്നെയാണ്. ഈ മത്തി ഒന്ന് വറുത്ത് കഴിക്കുന്നതിൻ്റെ രുചി അതുപോലെ വേറൊന്നുമില്ല. വേറൊന്നും വേണ്ട. ചോറിൻ്റെ കൂടെ ജസ്റ്റ് മത്തി വറുത്തിട്ട് അതിൻ്റെ ഇച്ചിരി ആ അരപ്പും കൂടെ മാത്രം കിട്ടിയാലും ഒന്നാം തരമായിട്ട് മലയാളികൾ ചോറ് കഴിക്കും. ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കാം. ഒഴിച്ചോ. തീ കത്തിക്കരുത്. തീ കത്തിച്ചിട്ടില്ല. കുറച്ച് കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചാണ്. കൊള്ളാം. അത് ഇട്ടു. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കത്തിക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് വറ്റൽ മുളകും കരിവേപ്പിലയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇടാം. വറ്റൽ മുളകും കരിവേപ്പിലയും. പിന്നെ ഇതാണ്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഒന്ന് രണ്ടായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിലോട്ടിടാം. ഓക്കെ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് മതിയാവും. എന്നിട്ട് നമുക്ക് ഈ മത്തി ഒന്നൊന്നായിട്ട് പരിക്കി ഇവിടെ ഇട്ട് വെക്കാം. ഒരു മണം വരുന്നുണ്ട് വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ. എന്നിട്ട് കുറച്ച് നാരങ്ങാ നീര് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിക്കാം. പിന്നെ നമുക്ക് തിരിച്ചിടാം. ഇതിപ്പോൾ ലോ ഫ്ലെയിമിലാണോ? ലോ ഫ്ലെയിമിൽ വെക്കണം. തിരിച്ചിട്ടിട്ട് ഏറ്റവും ചെറിയ തീയിൽ വെച്ച് വേവിക്കാം. അത് അടച്ചു വെച്ചിട്ടാണ് വേവിക്കുന്നത്. എന്നിട്ട് ഒരു കാക്ക വെച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഏകദേശം ഒരു സൈഡ് വെന്തിട്ടുണ്ടാവും. ഒരു 3-4 മിനിറ്റ് വെച്ച് നമുക്ക് എന്തായാലും നോക്കിയിട്ട് തിരിച്ചിടാം. വാസന തൂക്കിതമ്മ. പൊടിയാതെ തിരിച്ചിടുന്നതാ. പൊട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ, സൂക്ഷിച്ച്. ഈ ദോശയൊക്കെ ഫ്ലിപ്പടിക്കുന്ന പോലെ മത്തി എടുത്ത് ഫ്ലിപ്പടിച്ചാലോ? ആഹാ, വെന്തു അത് കേട്ടോ. ഇതിങ്ങനെയുള്ള സാധനങ്ങൾ തിരിച്ചിടാൻ വേണ്ടി എന്തെങ്കിലും ഈസി ടിപ്സോ വേയോ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് കമൻറ്റ് ഇടണേ. എപ്പോഴും ഒരു ശ്രമകരമായ പണിയാണ് മീൻ വറുത്തിട്ട് അത് മര്യാദയ്ക്ക് തിരിച്ചിടാന്നുള്ളത്. ഇവിടെ ഉള്ളവർക്കൊക്കെ മര്യാദയ്ക്ക് തിരിച്ചിടാൻ അറിയാം. അവരൊക്കെ ചെയ്ത് ശീലമുള്ളവർ. അല്ല, അറിയാം, എന്തെങ്കിലും ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അത് തണുത്തതിന് ശേഷം സാധാരണ ഓഫ് ചെയ്ത് വെച്ചിട്ട് തണുത്തതിന് ശേഷം ഇത് ചെയ്യുന്നുണ്ട്. അധികം മസാലയൊക്കെ കൊണ്ട് പിടിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ സൗന്ദര്യം കണ്ടില്ലേ. അടിപൊളി.
അങ്ങനെ വിജയകരമായി അയ്യോ അയ്യോ പൊട്ടിയില്ല. അപ്പോ ഒരെണ്ണം പോലും പൊടിയാതെ. അതെ, ഓ ഒരു ചെറിയ പരിപാടി നല്ല മക്കളെ. അപ്പൊ ഇനി ഒരു 2 മിനിറ്റ് മതി കേട്ടോ, അത് വേഗമായിരിക്കും. ചെറിയ വെയിൽ തന്നെ അല്ല, ഇനി ഇത് ശരിക്കും മുരിഞ്ഞ് കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവരെ ഇച്ചിരി ഒന്ന് ഡീപ് ഫ്രൈ ആക്കിയിട്ട് വേണേൽ കഴിക്കാം സുഖമായിട്ട് അല്ലേ. പക്ഷേ ഇത് അങ്ങനല്ല, ഇതിങ്ങനെ ഒരു 2 മിനിറ്റ് കൂടെ എന്നിട്ട് ആ മസാല തണുത്ത് അതിന് ശേഷം കഴിക്കുന്നതായിരിക്കും അതിൻ്റെ ടേസ്റ്റ്. അതാവും. കഴിച്ച് നോക്കാം, ആദ്യമായിട്ടല്ലേ, നമുക്കറിയത്തില്ല എന്ത് പക്ഷെ ഇതിന് ഗ്യാരണ്ടി എനിക്ക് കണ്ടപ്പോഴേ ഞാൻ നോക്കി തുറന്നു. യെസ്, ഓഫ് ചെയ്യാവേ. സെറ്റായിട്ടുണ്ട്. നിനക്ക് നേരിട്ട് കൈമിച്ചും എടുക്കല്ലോ. പിന്നെ അല്ലാതെ ഓരോന്നൊക്കെ കൈ നിൽക്കുക എടുത്ത് കാണിക്കുന്നുണ്ടല്ലോ. അടിപൊളി ഇവൻ്റെ പോനെ. ആ മസാലയൊക്കെ പിടിച്ചിരിക്കുന്ന ഇരിപ്പണ്ടാ. ഓ തകർത്തു. ഇത് ഒന്ന് തണുക്കാൻ വേണ്ടി ഇച്ചിരി സമയം കൊടുത്ത് നോക്ക്. വേണ്ട, അതിനുള്ള ക്ഷമ നമുക്കില്ല. നീ അതൊന്ന് കറക്റ്റായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ഒരു നടുക്കഷ്ണം ഉണ്ടെങ്കിൽ ഇച്ചിരി താ. നല്ല കിടുക്കാച്ചായിട്ട് വെന്തിട്ടുണ്ട് അല്ലേ. നീ തന്നെ കഴിക്കുക. അത് ശരി, ആദ്യം ഗണപതിക്ക് അല്ലേ. സൂപ്പറാ. ആ നാരങ്ങയുടെ അതാണ് ഇച്ചിരി എടുത്തരുന്നുണ്ട് കിടുക്കാച്ചി. കാരണം സാധാരണ ഞങ്ങൾ നാരങ്ങ ഒന്നും ഇട്ട് വറക്കാറില്ല. അടിപൊളി. പക്ഷേ ഇത് വേറൊരു കാര്യമുണ്ട്, ഈ മത്തി നല്ല രുചിയുണ്ട് അല്ലേ, ആ നാരങ്ങയുടെ പുളി ടേസ്റ്റ്. പക്ഷേ ഈ മത്തി കഴിക്കേണ്ടത് അങ്ങനല്ല. ഒരു മിനിറ്റ് ഞാനിപ്പോൾ കാണിക്കാം.